ചങ്കള നമ്മളിപ്പോ തിരുമേനിയിലാ നിക്കണ കേട്ടോ, കണ്ണൂർ ജില്ലയിലെ തിരുമേനിയില്. അപ്പൊ കാഴ്ചകളൊക്കെ എല്ലാരും കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇനി നേരെ വിട്ടാൽ നമുക്കിനി താബോറിലേക്ക് പോവാം. താബോറിൽ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് താബോറിലേക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ കണ്ടുണ്ട്. അപ്പൊ നമുക്ക് പോയല്ലോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പോയി നോക്കാം. ഇവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കണം കേട്ടോ, മതിലൊക്കെ കിട്ടുന്നുണ്ട്. റോഡ് പണിയാന്ന് തോന്നുന്നു അവിടെ. റോഡോ മതിലെന്തോ ആണ് അവിടെ, എന്തോ ശരിയാക്കണം പണിക്കാരൊക്കെ. നമുക്ക് നേരെ പോണം. ക്ലിപ്പ് കേട്ടോ, സീറ്റ് ബെൽറ്റ്. മൊബൈല് കളിച്ചിരിക്കല്ലേ ആ കാണുന്ന കണ്ടോ മല? ദൂരെ കാണാണ്, നമുക്ക് പോണ്ട. അങ്ങോട്ടല്ലേ പോണ്ട്? താബോർ വലത്തോട്ട്. അല്ല ഡീസൽ ഉണ്ടാവോ? അതറിയില്ല. അങ്ങോട്ട് പോണെങ്കിൽ എണ്ണ വേണം, കൊറേ പോവാല്ലേ, കയറ്റാകും. അല്ല നമ്മള് കുറച്ച് അടിച്ചല്ലേ. നമ്മൾ എവിടുന്ന് പഠിച്ചത്? നമ്മള് അങ്ങ് ചിറ്റാരിക്കലിന്. അപ്പൊ നമുക്ക് പോവല്ലെന്നാ? പോകാം. നമുക്ക് ഇനി അവിടുന്ന് ഇടത്തോട്ട് കയറണം താബോറിന്. ഒരു 5 കിലോമീറ്റർ ആണ് ഉള്ളത് അങ്ങോട്ട്. ഝാൻസി റാണി. എടാ അപ്പൊ പാട്ട് വയ്ക്കാൻ പറ്റൂലടാ. അപ്പൊ പാട്ട് വെച്ചാ കോപ്പിറൈറ്റ് വരും നമ്മളെ വീഡിയോക്ക്, പിന്നെ നമ്മള് വെറുതെ ആവും. അപ്പൊ നമുക്ക് പോയി നോക്കാം. പോയി നോക്കാം താബോറിലേക്ക്. തിരുമേനിയിൽ നിന്ന് താബോറിലേക്ക് ഒരു യാത്ര. അതെ, നമ്മൾ ആദ്യമായിട്ട് പോവാട്ടോ ആ ഭാഗത്തേക്ക്. ആ ഭാഗത്തേക്ക് നല്ല അങ്ങനെയല്ല, ആ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അവിടെ കുറച്ച് ഇറങ്ങിയിട്ടില്ല. അവിടുത്തെ കാഴ്ചകൾ അങ്ങനെ മൊത്തത്തിലും നമ്മൾ കണ്ടിട്ടില്ല. ആ ഭാഗങ്ങൾ വീഡിയോ എടുക്കാൻ പോകും, എടുത്തിട്ട് പോരും എന്നല്ലാതെ റെഡിക്ക് ആ ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? അവിടെ കാണാനാ പോകുന്നത്. വലിയ പള്ളിയാണ് ഈ പള്ളിന്റെ നമ്മൾ കുറെ തവണ ഇട്ടിട്ടുണ്ട് അല്ലേ? നല്ല രസമുള്ള ഒരു വലിയ പള്ളിയാണ്. അപ്പൊ നമുക്ക് നേരെ വെച്ച് പിടിച്ചാലോ? സെന്റ് ആന്റണീസ് ചർച്ച് തിരുമേനി. പള്ളിയൊക്കെ കാണുന്നുണ്ടല്ലേ? പള്ളിയൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പോയി നോക്കാലോ. പഴയ ഫസ്റ്റത്തെ പള്ളി. അപ്പൊ അതിന്റെ ഇതാണ് അവിടെ. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. പിന്നെ അതിന്റെ ഇതൊക്കെയാണ് അവിടെ. കുറച്ച് പോവാണ്ട്, 4 കിലോമീറ്റർ ഒക്കെ പോകണം. 4 സ്കൂളാ, LP സ്കൂൾ അല്ലേ? LP സ്കൂള്. പിന്നെ ഇവിടെ കോൺവെന്റ് ആണത്. മേലെ ഒരു കോൺവെന്റ് ഉണ്ട്. സംഭവം ഇങ്ങനെ കുറച്ച് മല കയറാനുണ്ട്. ഹെയർപിൻ 2 കാരണം. വെയില് കുറഞ്ഞു അല്ലേ? വെയില് കുറവുണ്ട്. വെയില് പോയാ മതിയെന്ന്. അതാവുമ്പോ നമുക്ക് അധികം മടുപ്പില്ല, ക്ഷീണം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇറങ്ങി കുറെ നടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലേ. മറ്റേത് വെയിലത്ത് നമ്മൾ ആകെ മടുക്കും, പഞ്ചറാവും അല്ലേ? നല്ലൊരു സ്ഥലം അതൊക്കെ, നല്ല രസമുള്ള പ്രശ്നം അല്ലേ? ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നു. അതൊരു ലൈറ്റ് മറന്നാവും. ഇഷ്ടംപോലെ വീടുകളുടെ ഏരിയയാണ് കേട്ടോ. വീടിന്റെ പണിയൊക്കെ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്ന അവിടെ. ചെറുപുഴയല്ല, തിരുമേനിന്ന് എന്താ നാട്ടിന്റെ പേര്? താബോർ. നല്ല നല്ല വീടുകൾ. കയറ്റം തുടങ്ങി. ഞങ്ങട്ട് കയറ്റം തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? മണികള് കിടക്കണ കണ്ടോ? മോനെ ഉറങ്ങിയോ? മുന്നില് കിടക്കണ കിടത്തം മടുത്തോട്ടെ രണ്ടാളും. മല കാരണം അങ്ങ് കാണണേ പോന്നാല്. ഒരു വർഷം മുന്നേ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്, നമ്മൾ കണ്ടത്. കൊറേ മുമ്പ് നമ്മൾ 2
റബ്ബറാണല്ലേ, റബ്ബർ കവുങ്ങ് സംഭവങ്ങളൊക്കെയാണ്. മരമല്ലോ അതിന്റെ കൂട്ടി വെച്ചോളൂ കൊണ്ടുവന്ന് കൂട്ടി വെച്ചതാണ്. വീടുകൾ ഇഷ്ടംപോലെ വീടുകളാണ്, പുതിയ വീടുകൾ. അതെ, പുതിയ റബ്ബർ തൈ ഉണ്ട് മേലെ. സെക്കൻഡിലിട്ട വണ്ടി കയറുന്നത് കുറച്ച് ഫസ്റ്റ് കിടേണ്ടി വരും. കുറച്ച് എന്നൊക്കെ അറിയാം എങ്ങനെയാ അതിന്റെ ഇത് എന്നുള്ളത്. കൊറേ ചെന്നിട്ടില്ലല്ലോ, പോയിണ്ട്. പക്ഷെ കൊറേ അവിടുന്ന് അങ്ങോട്ട് പിന്നെ പോകാണ്ടായിരുന്നു. കാടായല്ലോ, കാടായി. ഇവിടെ കുറച്ച് പറഞ്ഞ വീടുകളില്ലേ, അങ്ങോട്ടും പറമ്പാണ്, ഇപ്പുറം ബാക്കിയും പറമ്പാണ്. ആടെ വീടുകൾ തുടങ്ങി, പുതിയ വീട്. പിന്നെ എല്ലാവർക്കും ഏക്കർ കണക്കിനൊക്കെ വീടുകളുണ്ടാവും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നേ സ്ഥലങ്ങളൊക്കെ ഏക്കർ കണക്കിന് വീടുണ്ടാവും. ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടാവും. പണ്ട് തൊട്ടേ വന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് വന്നവര്. പുല്ല് കൊണ്ടോണ വണ്ടിക്കകത്ത് ഫാമുണ്ടാവും. താഴെ തോടാണ്, വെള്ളച്ചാട്ടം ഉണ്ട് നല്ല. അവിടെ താഴെയല്ലേ, അവിടെ കാടായി ഇപ്പൊ കിട്ടൂല. വളവിൽ തന്നെ വെച്ചേക്കുന്നത്. കൊറേ പശു ഉണ്ടാവും അവരെ വീട്ടിൽ. അപ്പൊ എപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ വന്ന് ഇതുപോലെ ഉണ്ടാക്കി ലോഡ് കണക്കിന് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ മുകളിൽ നല്ലൊരു വ്യൂ ഉണ്ട്, അതുകൊണ്ടൊക്കെ വെള്ളച്ചാട്ടം. മഴക്കാലത്ത് നല്ല രസമാണ്. മഴക്കാലത്ത് എന്ത് രസമാണോ ഇവിടെ കാണാൻ, അറിയോ? ഇപ്പൊ കുറച്ചുള്ളൂ, ചെറിയ ഇതേ ഉള്ളത്. ഇപ്പൊ വലിയൊരു ഇതില്ലല്ലേ, കാടുമായി കാണുന്നില്ല വെള്ളം, കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഉണ്ടങ്ങള് ഇതൊന്നല്ല, അതിന്റെ മേലെ കയറുമ്പം കാണാം അല്ലെ. സംഭവം അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. ടാബോർ വ്യൂ പോയിന്റ്. കേട്ടാ, നമ്മള് കേറി വന്ന റോഡൊക്കെയാണ് കാണുന്നത്. ഉണ്ടോ? നോക്കി പോയി കേട്ടോ, അല്ലെ വണ്ടി നമ്മള് പിന്നെ അയച്ചത് താഴത്തേക്ക് എത്തും. പള്ളി പെരുന്നാൾ കേട്ടോ, പള്ളിയിൽ എന്തോ പരിപാടി, പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ട്. തീർത്ഥാടന പള്ളി, ചട്ടിവയൽ മദർ ഗ്രൗണ്ട് വിശുദ്ധ തീർത്ഥാടന ദേവാലയത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇവിടെ നിന്ന് നിർത്തിയിട്ട് സംഭവം ഒന്ന് കണ്ടാലോ അല്ലേ? നമുക്ക് അങ്ങോട്ടാ പോകേണ്ടത്, ആ റോഡിന്. ഇതൊന്ന് കാണാം നമുക്ക്. നമുക്ക് ഇവിടെ ഇറങ്ങി ഒന്ന് നോക്കാം സംഭവം എന്താന്ന്. ഇതെവിടെ എല്ലാം ഫുള്ള് അലങ്കരിച്ച കണ്ടോ? ഇറങ്ങിയൊക്കെടാ, ഭയങ്കര രസമുണ്ട്. ഇത് പള്ളിയാ? അത് മന്ദിരാണ്. അല്ലോ പള്ളിയല്ലേ? വൃദ്ധമന്ദിരം അല്ലേ? അല്ലേ പള്ളി, വൃദ്ധമന്ദിരം ഉണ്ടോ? എന്താ വ്യൂല് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്? അവിടെ നോക്കിയാ ഫുള്ള് മലനിരകളും കാണാം. നമുക്ക് അങ്ങ് മണ്ടയ്ക്കാണെങ്കിൽ പോണ്ട്. നമുക്ക് ഇതിലെങ്ങനെ പോയി അതിന്റെ മേലെയാണ് എത്തുന്നതുകൊണ്ട് അങ്ങായിരിക്കോ? ആ സ്ഥലം എവിടെയാണോ അങ്ങോട്ടേക്ക്? അതൊക്കെ എനിക്ക് തോന്നണം അങ്ങോട്ടെങ്ങാനായിരിക്കും നമ്മള് പോയി എത്തുക. എങ്ങോട്ടാ അറിയില്ല, അങ്ങനെ പോയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങ് മലേന്റെ മണ്ടയ്ക്ക് എത്തണം. ഏതായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാന്. മഴക്കാലത്ത് വരുമ്പോ ഭയങ്കര അതല്ലേ. കാർ എടുക്കണോ കാറ് വേണ്ടടാ, ഇവിടെ ഇറക്കമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വരണല്ലേ, നന്ന രാവിലെയൊക്കെ മഞ്ഞൊക്കെ ഉള്ള ടൈമില് നല്ല രസമായിരിക്കും. ഇതെവിടെ നല്ലൊരു കവുങ്ങുന്തോട്ടം കണ്ടങ്ങള്, അടിപൊളി കവുങ്ങുന്തോട്ടം അല്ലേ? ഇവിടൊക്കെ അടക്കെല്ലാം കായ്ച്ചത് കണ്ടോ? നല്ല നോക്കുന്നുണ്ട് കവുങ്ങുന്തോട്ടം. നല്ലൊരു കൃഷിക്കാരന്റെ പറമ്പാണിത്. അത് കണ്ടാലേ അറിയാം. നോക്ക് കാഴ്ച കണ്ടോ? അതേലൊക്കെ ആ തുരിശും കുമ്മയൊക്കെ അടിച്ചതിന്റെ ഒക്കെ കാണാൻ നമുക്ക് പാടുണ്ട്, വെള്ള കളറ്. അപ്പം നമുക്കെന്നാ പോവല്ലേ? ഇവിടെ അലങ്കരിച്ചാണ്ടോ റിബണൊക്കെ വെച്ച്. വഴിയൊക്കെ നല്ല ഇതാണ് കേട്ടോ, നല്ല റോഡാണ്. കുത്തിക്കുലുക്കോ സംഭവങ്ങളൊന്നും ഇല്ല, വലിയ കുഴപ്പമില്ലാത്ത നല്ല റോഡാണ്.
കയറ്റായി അല്ലേ? തേക്കും തോട്ടം നോക്കി ഫുള്ള് തേക്ക്. നിലമ്പൂർ തേക്കാണോ അല്ലേ? നിലമ്പൂർ തേക്കായിരിക്കും. അങ്ങനെ നമ്മൾ കയറി പോവുകയാണ്. ഇന്നൊരു മനുഷ്യനില്ലല്ലോ, വണ്ടികളില്ല, ആൾക്കാരില്ല. ഞായറാഴ്ച എല്ലാരും കടന്നുറങ്ങായിരിക്കും. ഇവിടെ കുരിശുപള്ളിയൊക്കെ ഉണ്ടല്ലോ. ഇതിന് കുരിശുപള്ളി എന്നല്ല പറയാ ആയിരിക്കും. കുരിശുപള്ളി സാധനം അടിച്ചിരിക്കുക. പകൽ സമയത്തെ ബസ് സ്റ്റോപ്പിലിരുന്ന് അവിടെ ഫുള്ള് കൃഷിയായിട്ടും വാഴയായിട്ടും കുരുമുളകൊക്കെ നടാനുള്ള തൂണൊക്കെ നാട്ടിന്റെ അവിടെ. കൊറേ വീടുകളുണ്ടല്ലോ അങ്ങോട്ടല്ല. വണ്ടി മഞ്ഞായിട്ട് വലിയ രസമുണ്ടല്ലോ. വളവാണ് കേട്ടോ. താബൂറിലേക്ക് ഒരു യാത്ര. വണ്ടി സെക്കൻഡിലും തേർഡിലും കയറണുള്ളൂ. എന്റെ ചെറുപുഴ പഞ്ചായത്താണത്. ചട്ടിവയൽ. ഈ സ്ഥലം പേര് ചട്ടിവയൽ. നല്ല നമ്പർ 40. വണ്ടിന്റെ നമ്പർ അങ്ങനെ ഉണ്ട് 9700. നല്ല നമ്പറാണ്. ചെറിയ റോഡായില്ലേ, വീതി കുറഞ്ഞു. ചട്ടിവയൽ പ്രദേശങ്ങൾ നോക്കി റബ്ബർ തോട്ടം കാടെല്ലാം മുറിച്ച് കിടക്കാണ്. ഒന്നും ആക്കിയിട്ടില്ല പ്രാവശ്യം. ചട്ടിവയൽ ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഇന്റർലോക്ക് ഒക്കെ ഇടണ്ട, നല്ല സ്റ്റൈലായി. ഉണ്ടോ താഴെ റോഡിന് താഴെ കണ്ടിട്ട് ഇഷ്ടമായി. കിച്ചുവിനൊക്കെ കണ്ടിട്ട് ഇഷ്ടാകുന്നുണ്ട് സ്ഥലം. രണ്ട് തലക്കിട്ടിരിക്കണേ, ഒരാൾ അവിടെ ഒരാൾ എന്റെ സൈലന്റ് ആയല്ലോ. ഒന്ന് റിമോട്ട് കാർ ഓടിക്കണം റോഡിൽ കൂടെ. അതിന്റെ വണ്ടികൾ വരുന്നില്ല, അതിലെ പറ്റൂല. അവിടെ വളർന്നു കൂടിയല്ലേ. മലയില് അങ്ങോട്ടെല്ലാം കാണാം അല്ലേ? എന്തായാലും മക്കളൊക്കെ കൊറേ ദൂരം പോകുന്നില്ല. എനിക്ക് കുറെ പോകണായോ? തമ്പുരാൻ അറിയാം. വീടുകളൊക്കെ ഉണ്ട്. വീടുകളൊക്കെ നല്ല അങ്ങോട്ടേക്ക് മലയാണ് അങ്ങോട്ട് അല്ലേ? ഈ ഒരു ഏരിയയില് നമ്മളെ ചങ്കൾ ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഞങ്ങൾ എവിടെയാന്നുള്ളതൊക്കെ. എവിടെ എവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ കൊടുക്കാണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം. എന്തിനു വിളിക്കുന്നു? ചെറുപുഴ ഇല പോണം. നിങ്ങൾക്ക് തിരുമേനി പോയിട്ട് പോണം. ഇല വേറെ വഴി ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ ഇതിലെ വരുന്നത് തിരുമേനി വഴി. തിരുമേനി ഇപ്പൊ എത്ര, ഒരു 3 കിലോമീറ്റർ 3-4 കിലോമീറ്റർ. അവിടുന്ന് പിന്നെ നല്ല റോഡുണ്ട്. നിങ്ങൾ എവിടുന്ന് വരുന്നേ? തളിപ്പറമ്പോ? സ്ഥലം നോക്കാൻ പോയതാ? ഓക്കെ. തളിപ്പറമ്പ് നമ്മളെ വീഡിയോ കണ്ടിട്ട് സ്ഥലം നോക്കാൻ ഏതെങ്കിലും വന്നാണോ? എന്താ അറിയില്ല, നമ്മളെ ഇട്ട വീഡിയോ കണ്ട്. വേറെ റോഡ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ചെറുപുഴക്ക്? എന്താ അറിയില്ല, ചെറുപുഴക്ക് ആകെ 8-10, ഇവിടുന്ന് ഇനിയിപ്പോ 10 കിലോമീറ്റർ കാണുള്ളായിരിക്കും അല്ലേ? അല്ല, അയാളിപ്പോ ചെറുപുഴന്നല്ലേ വരുന്നത്. തളിപ്പറമ്പ് അല്ല, ഇതില് പോയാലും ചെറുപുഴത്തല്ലേ ആണോ? 13 കിലോമീറ്റർ പോണേക്ക്. അതില് ഇതിലെ വഴിയില്ല, കാണുന്നില്ല.
ഈ റോഡ് തളിപ്പറമ്പിനാ. ഇതില് പോയിട്ട് വേറെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് തളിപ്പറമ്പിനാ. താബോറിന് ചെറുപുഴ പോയിട്ടുണ്ടല്ലോ. അത് ആദ്യമായിട്ട് വരുന്നതായിരിക്കും ചിലപ്പോ. എനിക്കറിയില്ല, നോവിനൊരു നിശ്ചയമില്ല. അണ്ട് അവിടെ ഒരു കൃഷിസ്ഥലം, കാപ്പി, കവുങ്ങ്, നല്ല കൃഷിസ്ഥലം. ഇപ്പുറത്തത് വാഴത്തോട്ടം. താബോർ എത്ര? താബോർ എത്തിയിട്ട് നമുക്ക് അടുത്തുള്ളത് റേസിംഗ് കാറാണ്. ആരാധനാമഠം. നമ്മളിങ്ങനെ താബോറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കകം നമ്മൾ താബോറിലേക്ക് എത്തുന്നതാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടാവൂലേ അവിടുന്ന് ഇങ്ങോട്ട്? ഇപ്പൊ നമ്മള് കയറ്റായോണ്ടാണ് ഇങ്ങനെ കുറച്ച് താമസം നമുക്ക് എത്താന്. തിരിച്ച് ഇറക്കാവുമ്പോ നമ്മള് വേഗം എത്തും. അപ്പൊ നമ്മള് താബോറിലെത്തി. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ? മേലേക്കാ അങ്ങോട്ടോ? ഒരു പിടുത്തമില്ല. ഇവിടെ ഒരു മാപ്പെല്ലാം കാണുന്നുണ്ട്. എങ്ങോട്ടാ പോണ്ടേ? മാപ്പ് നോക്കാം. വായിക്കാനൊന്നും കണ്ടാണില്ല. പള്ളിയൊക്കെ ഉണ്ട്. പള്ളി എന്നാ മേലേക്ക് വിട്. വ്യൂ പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മേലേക്ക് ഇങ്ങോട്ട് കയറേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ലോർഡ് ജീസസ് താബോർ ഹിൽ ടോപ്പ്. ഹിൽ ടോപ്പിക്കാണ് പോകേണ്ടത്. അവിടെ പള്ളി എന്തോ ഉണ്ട്. കുരിശുമല പള്ളി. കുരിശുമല നോക്കട്ടെ. എന്താ ലച്ചു വായിച്ച? മൗണ്ട് കൊട്ടത്തലച്ചി. കൊട്ടത്തലച്ചിമല ഉണ്ട്. കൊട്ടത്തലച്ചിമല കേട്ടോ. കുരിശുമല താബോർ ജോസ്ഗിരി റോഡ്, തിരുമേനി, ചട്ടിവയൽ ടെമ്പിൾ. നമ്മളിപ്പോ താഴ്ന്ന് കയറി വന്നത്. പെരുമല, ചാത്തമംഗലം ഹിൽസ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ആ ടൗണിൽ പോയി കാണാം അല്ലേ? മേലത്തെ ടൗണൊക്കെ ഒന്ന് കാണാം. പള്ളി കോട്ടയം വണ്ടി പള്ളിയൊക്കെ ഇറങ്ങിയാണ് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇത് നല്ല രസമുള്ള പള്ളി. ഞാൻ പണ്ട് നമ്മള് ഫസ്റ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ട് സംഭവം കാണാന്. നല്ല സ്റ്റൈലുണ്ട് കാണാൻ. വെറൈറ്റി അല്ലേ? ഇറങ്ങി കാണിച്ച ചേട്ടായിയേ, ഇവിടെ നിന്നൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. സ്റ്റെപ്പുകളൊക്കെ അങ്ങനെ കയറി മേലേക്ക് വരുമ്പോൾ നല്ല രസമുണ്ട് പള്ളി കാണാൻ. ഇങ്ങനെ ആരുമില്ല, ശാന്തമായിട്ട് കിടക്കാണ്. ഉണ്ടാവും, വണ്ടികൾ കാണുന്നുണ്ട് അവിടെ. ശാന്തമായിട്ട് കിടക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ദൂരോട്ടെല്ലാം നമുക്ക് ഇനിയും അങ്ങോട്ട് മുകളിലോട്ട് ഇനിയും പോകണം. ടൗണെല്ലാം പോയി കാണാം. പുറകിലോ? എന്ത് സംഭവം? പോയേക്കാം, ഏതായാലും വന്നല്ലേ. എന്ത് രസം ചേട്ടായിയേ. ജാതിത്തോട്ടങ്ങളാണ് ഈ കാണുന്നത്. ജാതി കൊക്കോ തോട്ടങ്ങൾ. അതിന്റെ അടുത്താണ് ഇപ്പം പള്ളി. അങ്ങ് ദൂരോട്ട് നോക്കി നമുക്ക് വിശാലമായ നല്ലൊരു പോയി ദൂരെ വരെ കാണാം. ബാക്ക് സൈഡിലാണ് നിക്കണ കേട്ടോ. അങ്ങോട്ടേക്ക് അങ്ങോട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ കണ്ടത്. അങ്ങ് മേലെ കുരിശ് കണ്ടോ? അതാ കൊട്ടത്തലച്ചിമല ആയിരിക്കും. അവിടെ ഒരു കുരിശ് പോലെ കണ്ടോ? കാണുന്നത് അവിടെ ഒരു കുരിശുണ്ട്. പിന്നെ ഇങ്ങനെ പ്രതിമ പോലെ, എന്തായാലും പറയാ,
ആ സാധനം ഉണ്ടോ? അപ്പൊ എനിക്ക് തോന്നണത് ഇനി അങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അതായിരിക്കും. അങ്ങോട്ട് പോയി വെക്കാം അല്ലേ? കുരിശുമല അറിയുന്ന ചിലപ്പോ അവിടെ ആയിരിക്കും. എന്നാ പോവാ, നമുക്ക് പോയി നോക്കല്ലേ? പോവാ. കിച്ചു നോക്കിയാ കിച്ചു പറക്കാൻ നിൽക്കുന്ന പോലെയാണ്, സ്പൈഡർമാന്റെ പോലെ. വെള്ളം കുടിക്കണോ കുറച്ച്? തണുത്തോളം കുടിച്ചാലോ? എനിക്ക് വേണ്ട. ആർക്കാ വെള്ളം വേണ്ടേ? പോവാന്നാ, വെള്ളം കുടിച്ചിട്ടാണ് പോവാല്ലേ? അപ്പൊ നമ്മള് പള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞ് പോവാണ്, മേലക്കന്നെ കയറി പോവാണ്. കയറ്റായി തുടങ്ങിയിട്ടുണ്ട്. പോലെ മതി, പോവാ നമുക്ക്. ഏറ്റവും ടോപ്പില് കൊടുക്കണല്ലേ? ഇനി അതിന്റെ മേലക്ക് ഇനിയും പോകാനാണ്. നല്ല രസം ഏതായാലും. എടാ കിച്ചു, രണ്ടൊന്നും മിണ്ടാത്ത എങ്ങനെയുണ്ട്? ഉറക്കെ പറയ്. നല്ലതാണല്ലേ കിച്ചു? എന്തൊന്നും മിണ്ടാത്ത? സംഭവം കാണില്ല. ഓന് ഭയങ്കര ഇഷ്ടായിട്ടോ ഈ സാധനം വെച്ചേക്കുന്നേ. അത് ക്യാമറ ഉണ്ട്, മറ്റേ കാലാവസ്ഥയുടെ എന്തേലും ആയിരിക്കും അല്ലേ? ഇതിപ്പോ എങ്ങോട്ടാ നമ്മള് പോണത്? എങ്ങോട്ടാന്നും അറിയില്ല. എന്താണ്, വീടാണല്ലേ? കൊറേ മേലേക്കാണ്ട് പോയേക്കാം. ആ ഇതാ ടൗൺ ആയില്ലേ? ആ ഇവിടുന്ന് മേലേക്കല്ലേ നമ്മള് പോയത്? അത് ഇതാണോ? ആണോ? അപ്പൊ നമ്മള് ടൗണിലെത്തിട്ടോ. താഴോട്ടൊക്കെ കാണാം. കുരിശുപള്ളിയും അവിടെ കുരിശുപള്ളി ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മളിവിടുന്ന് മേലേക്കാണ് നാളെ വീഡിയോ എടുക്കാൻ പോയിരുന്നത്. അപ്പൊ ഇനി അങ്ങട്ടെ നമുക്ക് ഇവിടെ നിർത്തിയിട്ടൊന്ന് ഇറങ്ങി നോക്കാം. ചായ അടിക്കാം. ചായ ഉണ്ടോ അവിടെ? ചായക്കട? ഇവിടെ ചായ ഇല്ല, കടകളൊക്കെ അപ്പുറത്തൊരു ബേക്കറി കട, എന്തോ സംഭവം. അവിടെ നടന്നു നോക്കാം. സി കൃഷ്ണൻ, പയ്യന്നൂർ MLA സി കൃഷ്ണൻ അവരുടെ ആസ്തി വികസന ഫണ്ട്. അതേ പ്രാവ് റേഷൻ കട ആയിരിക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് ഫുള്ള് അടവാണ്. വീഴണ്ട ഓടിയിട്ട്. അതെ, ഇവിടെ ബേക്കറിയിലുണ്ടല്ലോ. ആണോ? എന്തെങ്കിലും നോക്കാം, തിരിച്ചു വരുമ്പോ മേടിക്കാം. ഇതെന്താ സംഭവം? ടേക്ക് ബ്രേക്ക്. എന്ത് സംഭവം? ടേക്ക് എ ബ്രേക്ക്, വിശ്രമ കേന്ദ്രം. ടേക്ക് എ ബ്രേക്ക് താബോർ 2025 ഒക്ടോബർ 23 കഴിഞ്ഞതിന്റെ പ്രവർത്തനം തുടങ്ങിയോ? കഴിഞ്ഞു. മറ്റ് ടോയ്ലറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇത് ആളുകൾക്ക് വന്ന് വിശ്രമിക്കാം. ഇപ്പം ഇതിനകത്തൊരു കോഫി ഹൗസ് ഒക്കെ വരാറുണ്ട്. പഞ്ചായത്തിന്റെ തീരുമാനം വരേണ്ടതാണ്. പഞ്ചായത്ത് ഭരണസമിതി പുതിയത് വന്നതിന് ശേഷം അവർ തീരുമാനത്തോടെ എത്തുള്ളൂ. കാരണം ബ്ലോക്കിൽ നിന്ന് അവർക്ക് വിട്ട് കിട്ടിയപ്പോഴേക്കും ബ്ലോക്കിനെ ഏൽപ്പിച്ച് ബ്ലോക്കാണ് പണിയെടുത്തത്. അപ്പോൾ വിട്ട് കിട്ടിയപ്പോഴേക്കും താമസിച്ചു. സാൻഡ്വിച്ച് പാനൽ രണ്ട് ഇതിലും മറ്റേ ജെ ഷീറ്റും നടുക്ക് മുടിയുർത്തി കോമാണ്. ഇത് കുറച്ച് എത്ര ഉദ്ഘാടനം ചെയ്ത? നല്ല വ്യൂ ഉണ്ടല്ലോ. നല്ല വ്യൂ ഉണ്ട് അല്ലേ? നല്ല വ്യൂ ഉണ്ട് അങ്ങോട്ട്. ബാക്ക് സൈഡിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടാ? അങ്ങ് ദൂരോട്ട് കാണുന്നു. മഞ്ഞുകൂടി കിടക്കാം. മഞ്ഞുകൂടി അങ്ങോട്ടല്ലേ? അങ്ങോട്ടേക്ക് തേക്കിന്റെ ഇത് കണ്ടുണ്ടല്ലോ, അതിനോട് ചേർന്ന് ആ ഭാഗത്തേക്കാണ് വരുന്നത്. ഈ കൊട്ടത്തലച്ചിമല എവിടെയാ? ആ റോഡിനാ? നിങ്ങൾ എവിടെ വരുന്നേ? ഞങ്ങൾ കാഞ്ഞങ്ങാട്. നമുക്ക് പോയോക്കല്ലേ നാട്ട്? കൊട്ടത്തലച്ചിമല പോയിട്ട്
കൊറേ പോണോ? കുറച്ച് വണ്ടി പോകുള്ളൂ, പിന്നെ നടന്നു പോകണം. കൊറേ കാറുണ്ടേ? ഓ, 2 കിലോമീറ്റർ നടക്കണോ? നടന്നു പോണം. പിന്നെ എങ്ങോട്ടേക്കാണെങ്കിലും നടക്കണം. ഇത് താപൂർ കുരിശുമല എന്ന് പറയുന്നത് ഇത് കണ്ടായിരുന്നോ? ഇല്ല. അതാണ് ക്രൈസ്റ്റ് റെഡീമറിന്റെ സ്റ്റാച്യു ഒക്കെ ഉള്ള താപൂർ കുരിശുമല. അങ്ങ് കാണുന്നല്ലേ? അങ്ങോട്ടൊന്നും വണ്ടി പോലല്ലോ, നടക്കണോ? 4x4 വണ്ടിയാണ് പോവാ. അതിന്റെ ആ സ്റ്റാച്യു ഉണ്ടോ? ആ സ്റ്റാച്യുവിന്റെ അടുത്ത് വരെ വണ്ടി പോലെ. ഇവിടെ വെച്ചിട്ടാണ് മറ്റേ ആസിഫ് അലിന്റെ കാസർഗോഡ് എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്തത്. അങ്ങോട്ട് വണ്ടി നമ്മൾ ഇവിടെ തന്നെ വിളിച്ചിട്ട് പോണോ? ഇവിടെ നേരത്തെ പറഞ്ഞാലൊക്കെ വണ്ടി കിട്ടുള്ളൂ. കാരണം ബുക്ക് ചെയ്യണല്ലേ നേരത്തെ വിളിച്ച്? ഇതില് ചെറുപുഴ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ പുളിങ്ങോ ചെന്നിട്ട് ചെറുപുഴ പോകണം. പള്ളീന്റെ മുന്നേ അപ്പുറത്താണ് നല്ല റോഡില്. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഇവിടെ തന്നെയാണോ? പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതോളം വരത്തെ, അതായത് വോട്ട് തീരുമാനം വരത്തേക്ക് ഇത് നമുക്ക് ക്ലീൻ ആക്കി തരും. തുറക്കുകയും ഈ ടോയ്ലറ്റ് എപ്പോഴും തുറന്നു നടക്കുന്നേ, ഒരെണ്ണം തുറന്നു നടക്കുള്ളൂ. പിന്നെ ഇത് ഞാൻ രാവിലെ 8 മണിക്ക് തുറക്കും, 8 മണിക്ക് ക്ലോസ് ചെയ്യും. പത്രമൊക്കെ ഞാൻ കൈപ്പറക്ക് ധരിച്ചിട്ടുണ്ട്. ആളുകള് വരുന്നവർക്ക് ചുമ്മാ വന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു കോഫി ഹൗസ് വരേണ്ട സ്ഥലമാണ്. എന്നിട്ട് കിച്ചണൊക്കെ ഇല്ലാത്തതുകൊണ്ട് അത് പഞ്ചായത്തിന്റെ തീരുമാനം വന്നിട്ട് ആദ്യം കൊടുത്താലല്ലേ കിച്ചണത്തെ സിങ്കും വെള്ളവും സൗകര്യമാക്കിയിട്ടുണ്ട്. ഇപ്പം ആളുടെ ആൾക്കാരോട് കൗണ്ടർ അടിച്ചിട്ട് ഫുഡ് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് അവര് അറേഞ്ച് ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ തീരുമാനം വരണം. ഇപ്പൊ ഇലക്ഷൻ വന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടിയപ്പോഴത്തേനും ഗ്രാമപഞ്ചായത്തിന് തീരുമാനം എടുക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ പുതിയ ഭരണസമിതി വന്നാല് തീരുമാനത്തിലേക്ക് വരുള്ളൂ. അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ടല്ലേ ഇങ്ങോട്ട്? ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നതാണ്. പക്ഷേ ഇതിപ്പോ അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ആളില്ലാത്ത കണ്ടീഷനിൽ നമുക്കിപ്പോ അങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലൊരിടത്ത് കൊടുത്തില്ല. പിന്നെ അതാ അങ്ങോട്ടേക്ക് കാണുന്നതാണ് തെരുവുമല, ചാത്തമംഗലം ഹിൽസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അത് ചാത്തമംഗലം ഹിൽസ് എന്ന് അറിയപ്പെടുന്നതിൽ അത് താമസ ഭാഗം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് മലകളിൽ കയറാം. 3 മലയിൽ നിന്ന് 3 വ്യൂ ആണ്, 3 വൈബാണ് 3 മലയ്ക്ക്. അപ്പൊ നമ്മളിപ്പോ നിക്കണത് നമ്മളെ താബോർ ടൗണിലാണ് നിക്കണത് കേട്ടോ. നമുക്ക് ഇനി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നൈസായിട്ട് എന്തേലും കഴിച്ചിട്ട് പോവാം. ഉച്ച സമയമായി. ഇപ്പൊ ചോറൊന്നും കിട്ടില്ല, ഫുള്ള് കടകളൊക്കെ അടവാണ്. 3 ചായയും ഒരു കട്ടൻ കാപ്പിയും പറഞ്ഞിട്ടുണ്ട്. കട നോക്കി നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പലഹാരങ്ങളെല്ലാ ബേക്കറി ഐറ്റംസ് ഉണ്ട്. ചേട്ടൻ ചായ എല്ലാം എടുക്കുന്നുണ്ട്. ഇന്ന് ചായക്ക് പലഹാരമായിട്ട് പഴംപൊരിയും ബ്രെഡ് ഓംലെറ്റും അല്ലേ? നല്ല അടിപൊളി പഴംപൊരി ഉണ്ട്. പിന്നെ ബ്രെഡ് ഓംലെറ്റ് വേണ്ടവർക്ക് അങ്ങനെ ആക്കി കൊടുക്കൂലേ ചൂടോടെ. നിങ്ങൾ ഇവിടെ തന്നെയാണോ വീട്? ബാക്കിൽ തന്നെ. കൊറേ നാളായോ ഇവിടെ താമസം ആയിട്ട്? താബോറില് 1960 അന്ന് ആന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞായറാഴ്ച മറ്റേ കടകളൊന്നും അധികം തുറക്കൂലല്ലേ? ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഉണ്ടാവൂലേ? ഫുള്ള് സൈലന്റ് ആയിട്ട് ഇരിക്കല്ലേ, കടകളെല്ലാം അടവായിട്ട്, ആൾക്കാരെല്ലാം കുറവായിട്ട്. ചായ കുടിച്ച് ഭക്ഷണം കഴിച്ചാൽ നല്ല വൃത്തിക്ക് കഴുകി കമത്തി വെച്ചിട്ടുണ്ട്. പുറത്തൊക്കെ നമ്മള് കാപ്പി കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഗ്ലാസും പാത്രം എല്ലാം കഴുകി നല്ല നീറ്റ് ആയിട്ടുള്ള കടയാട്ടോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ വന്നിട്ട് കഴിക്കായിരിക്കും നല്ലത്. നല്ല നീറ്റ് ആയിട്ടുള്ളൊരു കടയും കാര്യങ്ങളൊക്കെയാണ്. നല്ല എല്ലാവിധ പലഹാരങ്ങളും ഉണ്ട്. ചിപ്സ് ഉണ്ട്, മിക്സർ ഉണ്ട്, കേക്ക് ഉണ്ട്, മിഠായികളുണ്ട്.
സാധാരണ ഇത് പുളിമാവ് പിടിച്ചിട്ടുണ്ടാവും ഈ പൂച്ച പിടിച്ചിട്ടുണ്ടാവും. അത് പഴമ ഉണ്ടാക്കി അപ്പം തന്നെ കഴി വെക്കും വൃത്തിയായിട്ട്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള കടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്താണ് കവണയാ? കവണ ഇല്ല വീട്ടില്. നേരത്തെ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. അതെ, കിച്ചുവിന് എന്തൊക്കെയോ വേണം, ഇങ്ങനെ കൊറേ നോക്കിയിരിക്കുന്നുണ്ട്. ബന്ന് 3 ഉണ്ട്. പയ്യ എടുക്കാം. അവിടെ ഇരുന്നോടാ ഇരിക്കടാ. ഇരിക്കാനല്ല നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് വെള്ളം കുപ്പിയിൽ അടുക്കി വെച്ചോണ്ടല്ല, നീളത്തില് അടുക്കി വെച്ചത് കണ്ടോ. നല്ല കട. വെള്ളം വണ്ടിക്കകത്തുണ്ടാവൂടാ. അപ്പൊ അങ്ങനെ നമ്മള് കോഫിക്ക് ചായക്ക് ഒരാള് ബ്രൂ കോഫിയാണ് ചേട്ടായിട്ടോ. പാൽ ചായ കുടിക്കൂല, നിങ്ങൾ മാത്രം പാൽ ചായ. അപ്പം അതിന് വെയിറ്റ് ചെയ്യാണ്. ചായ വരട്ടെ. കട്ട വെയിറ്റിംഗ് ആണ്. ഇവരെന്തോ വേണട്ടോ. എന്ത് ബർബോൺ അല്ലേ? പഴംപൊരി എടുക്ക, അല്ലെങ്കിൽ ബന്നെടുക്ക്. ചേട്ടന്റെ വീട് എവിടെ അടുത്താണോ? അടുത്താ? എപ്പോഴും വരുമോ? കാപ്പിയെല്ലാം ആണോ? ഞങ്ങള് കാഞ്ഞങ്ങാട്. അങ്ങനെ നമുക്കറിയാലോ. ഞങ്ങള് ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരല്ല, ഞങ്ങള് മലപ്പുറമാണ് വീട്. മലപ്പുറംകാരാ. പഴംപൊരി എത്രണ്ണ? പഴംപൊരി 2 എണ്ണം, 2 ബന്നും. എനിക്കെന്തോ ബ്രെഡ് ഓംലെറ്റാ. എനക്കോ ഒരു ബ്രെഡ് ഓംലെറ്റും തന്നെ. അപ്പൊ ബന്നു വേണ്ടേ? അന്ന് എടുക്ക. എത്ര വെച്ചല്ലേ, എണ്ണം തെറ്റും. ഒരു 2 പഴംപൊരി, 2 പഴംപൊരി, ഒരു 2 ബന്ന്. പഴംപൊരി. കഴിച്ചോ? നമുക്ക് കഴിച്ചിട്ട് പോവാല്ലേ? ഒരെണ്ണം മതി. അടച്ചു വെച്ചാൽ അഞ്ചു മണിയായോ? 5 മണിയല്ല, 5 മിനിറ്റ് സമയം. അത് മിനിറ്റുകള് ഓടുന്നതിന്റെ കാണുന്നതാ. അവര് കഴിക്കാൻ തുടങ്ങി. ഞാൻ വരിക, കൈ കഴുകായിരുന്നു. പാലട അല്ലത്, പാട, പാൽപ്പാട. ഓന്റെ മെമ്മറിയിൽ സ്റ്റോർ ആയിട്ടില്ല. ഓന്റെ മെമ്മറിയില് പാൽപ്പാട സ്റ്റോർ ആയിട്ടില്ല. പാലട ഉണ്ടേന്ന്. കുടിക്കടാ, ചൂടുണ്ടോ? ആ ക്ലാസ്സിലോട്ട് ഒഴിച്ചാൽ മതി. ഞാൻ പഴംപൊരി ചേട്ടായി പറഞ്ഞു ഇതാക്കുന്നവർക്ക് ബ്രെഡ് ഓംലെറ്റ് എത്തിട്ടോ. ചൂട് 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 ബ്രെഡ് ഓംലെറ്റ്. നല്ല മണം വരുന്നുണ്ട് അല്ലേ? എനിക്ക് തന്നല്ല. നിങ്ങള് പന്നു തന്നോ? ഈ പന്നു തന്നോ? എനിക്കത് തന്നേരെ. എനിക്കതാടാ. ഞാൻ തെറ്റുഞ്ഞി. ഇങ്ങോട്ട് വന്ന് തിന്നോന്ന്. ഈ ബന്ന് നിങ്ങൾ എടുത്തിട്ട് അതെനിക്ക് തന്നെ. അവിടെ ചേരോ, ഞാൻ തോളാം. നല്ലൊരു സൈലന്റ് ഏരിയയിലായിരുന്നു. ഒരു ജീപ്പ് കിട്ടുകയായിരുന്നെങ്കിൽ കൊട്ടത്തളിച്ചെല്ലാം കാണായിരുന്നു അല്ലേ? നമുക്ക് ജീപ്പിന് പോയിട്ട് പിന്നെ പോണല്ലേ? ജീപ്പ് പോയി കഴിഞ്ഞിട്ട് നടന്നു പോണം.
അതിനുള്ള ജീപ്പ് പോകായിരുന്നു. ഇപ്പൊ മഴ പെയ്ത് പറഞ്ഞ റോഡ് പോയി. അത് രാവിലെ വെയിലല്ലേ ഇപ്പൊ. അങ്കിളിന്റെ പേരെന്താ? ഇത് ദേവി, ഒരിക്കലും ദേവി ജോസഫ് പേര്. അങ്കിളോട് നമ്മൾ കുറെ നേരം സംസാരിച്ചു, പേര് ചോദിക്കാൻ മറന്നുപോയി. കൊറേ മല ഉണ്ട്. കൊട്ടത്തളിച്ചിമല, കൊട്ടത്തളിച്ചിമല, കുരിശുമല. ഇത് ഇവിടുന്ന് കാണാൻ കുരിശുമല. കുരിശുമല കണ്ടോ? ഇത് പുല്ലുമല. പുല്ലുമല. അപ്പൊ താബോറിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ബേബി അങ്കിളിന്റെ കടയിൽ ഒന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതിട്ടോ. നല്ല അടിപൊളി ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ട്. വലിയ മുളക് കീറിയിട്ടത്. ഇതെന്നോട് തിന്ന് കാണിക്കാൻ. ഇത് തിന്നാൻ എക്സ്പ്രഷൻ അല്ല, എക്സ്പ്രഷൻ. ഇത് തിന്നാൻ എന്താ തരാ? പൈസ കിട്ടോ? ചായ കുടിക്ക്. എന്റെ വകയല്ലേ ഓംലെറ്റ്? കണ്ടപ്പോ ചെള്ളും എരിവില്ലാത്ത മുളകാന്ന് നിർത്തും. ചായ ചായന്റെ കയ്യിലിരിക്കണം. എരിവുള്ളതെന്ന് ചൂട് ചായ കുടിക്കുമ്പോ പൊള്ളും. വെള്ളം വേണം. ഇനി വേണോ? പറഞ്ഞോളി. വേണോ? വേണം. കവണം മടിക്കാൻ. അത് എടുക്കണം നോക്കാണ്. ഓനിങ്ങനെ നോക്കി നിക്ക. അമ്പയ്യല്ല, കുടുങ്ങിയോ? കെട്ട് കുടുങ്ങിയോ? നീല കളർ, നീല കളർ കളറിനാണ്. കളർ ഞങ്ങക്ക് നീല കിട്ടണം നിർബന്ധമാണ്. എന്ത് സാധനം എടുത്താലും നീല കളർ. കൊടു പൈസ, പൈസ കൊടു. ആരെ നേരെ ആക്കരുത് കേട്ടോ ആൾക്കാരൊന്നും. പോട്ടെ, ശരി. പോട്ടെ, ശരി. വണ്ടി ഇവിടെയല്ലേ? വണ്ടിയുടെ ഗ്ലാസ് പൊളിക്കരുത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് താബോർ. കുഴപ്പമില്ലാത്തൊരു സൈലന്റ് ഉള്ളൊരു സ്ഥലം അല്ലേ? ഇനി അടുത്ത ബസ് കുറച്ച് കഴിയുമ്പോ വരാണ്ട്, അന്നേരം തിരക്കുണ്ടാവുള്ളൂ. അപ്പൊ ആരെങ്കിലൊക്കെ ഈ ഒരു ഏരിയയിൽ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എവിടെയാന്നുള്ളത് അല്ലേ. പിന്നെ ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ വെക്കാണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മളെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് പോവാം. അപ്പൊ താബോർ ടൗണിനോട് പറയാ നമ്മള് വിചാരിച്ചെന്താ വെച്ചാല് മലയുടെ മേലേക്ക് പോകാനേന്നു. മേലേക്ക് പോണെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മള് രാവിലെ ആയിരുന്നു. 3 മല ഉണ്ട്. കൊട്ടത്തലച്ചിമല, എന്തൊക്കെ കൊട്ടത്തലച്ചി, പിന്നെ തെരുവുമല, പിന്നെ വേറെന്തോ ഒരു സ്ഥലം കൂടി, കുരിശുമല, പുല്ലുമല. അങ്ങനെ 2-3 മല കേറാനുണ്ട് വ്യൂ പോയിന്റ്. അപ്പൊ അന്ന് രാവിലെ വരണം, പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു താബോർ ടൗണിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ സ്ഥലങ്ങൾ ഈ ഒരു ഏരിയയിൽ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ വഴി ഒന്ന് നമ്മുടെ ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പറിലാണ് വിളിച്ചോളി. 98955586 എപ്പോഴും കാണാൻ നമ്പർ തന്നെ അല്ലേ? അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ യാത്രയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.